ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് അടിപൊളി ഒരു ക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. മുളകിൻ്റെ ഞെട്ടാണ് കേട്ടോ. മുളകിൻ്റെ ഞെട്ടുകൊണ്ട് ഞാനിന്ന് ഫ്ലവേഴ്സ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താക്കുക, ഇതിപ്പോൾ പച്ചമുളകും വറ്റൽമുളകിൻ്റെ ഞെട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകിൻ്റെ ഞെട്ട് ഞാൻ വെയിലത്ത് വെച്ചാണ് ഉണക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെയിലില്ലെങ്കിൽ എന്താക്കുക, നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം നമ്മൾ ഞെട്ടെടുത്തതിന് ശേഷം നമ്മളൊരു ബണ്ടിൽ പോലെ കെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞെട്ടെടുക്കുമ്പോൾ നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള ഞെട്ടെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. സൈഡിലൊക്കെ ഒന്ന് ക്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി വെക്കുന്നുണ്ടേ. ഞാനിത് ഇത്രേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ചും കൂടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കില്ലേ, ആ നൂൽക്കമ്പിയാണ്. എന്നിട്ട് ഞാൻ നല്ല ടൈറ്റിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രണ്ടറ്റം കൂടി ഇങ്ങനെ പിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പി ചുറ്റി കൊടുക്കുമ്പോൾ ഒന്ന് താഴോട്ടേക്കൊക്കെ ചിലപ്പം പോകുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കൊന്ന് ചുറ്റിയെടുക്കാൻ. പിരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഞെട്ടിൻ്റെ അറ്റൊന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കമ്പി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ ടാപ്പില്ലേ, ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് പിന്നെയും പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചുറ്റിയെടുക്കുക കമ്പി ഫുള്ള്. എന്നാലും നമുക്ക് അതിൻ്റെ ഗ്ലൂ ഒന്ന് അവിടെ സ്റ്റിക്കാവുള്ളൂ. അങ്ങനെ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കളർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ റെഡ്, യെല്ലോയും ഓറഞ്ചുമാണ് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തൊരു കളറാണ്. കളർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസ് അല്ലല്ലോ. ഞെട്ട് പറയുമ്പോൾ നമ്മൾ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി പെയിൻറ്റ് ഇതാവണം. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി കുത്തി ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് കുത്തി കുത്തി ഉള്ളിലൊക്കെ നമ്മൾ പെയിൻറ്റ് കൊടുക്കുക കേട്ടോ. നമ്മൾ മുകളിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് വശം തണ്ടിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ കളറ്. അപ്പോൾ ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു 3 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൊങ്ങിണിപ്പൂവിൻ്റെ അതേ ഫീലില്ല. അപ്പോൾ അത് ആ ഫീൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ നടുവിൽ ഒരു യെല്ലോ ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലവേഴ്സിനുള്ള ലീഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ക്രേപ്പ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അത് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു ലീഫിൻ്റെ ആകൃതിയിൽ, ഏകദേശം കൊങ്ങിണിപ്പൂവിൻ്റെ ലീഫിൻ്റെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലീഫ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സിസേഴ്സ് കൊണ്ടൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചുളിവൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഞാനൊരു 3 കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ലീഫിന് സ്റ്റെമ്മ് വേണമല്ലോ. അപ്പോൾ ഞാൻ 3 പീസാക്കിയിട്ടുള്ള നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയതാണ്. ഞാൻ ഒരു ലീഫിൻ്റെ ബാക്ക് വശം ഉണ്ടാവുമല്ലോ, അതിൻ്റെ മേലെ ഞാനൊന്ന് വെച്ചിട്ട് പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റെമ്മ് ഫുള്ളൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താക്കുകയാണ്, രണ്ടറ്റത്തും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒന്ന് ചുളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫിൻ്റെ ഒരു ചുളിവ് വരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഒരു 3 ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിനി 3 ഫ്ലവേഴ്സും അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 3 ഫ്ലവേഴ്സും എന്ത് ചെയ്യാണ്, ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഒന്ന് മേലെ അതിൻ്റെ താഴെ അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3 കൂടി ചുറ്റിയെടുക്കും. 3 സ്റ്റെമ്മും കൂടി ചുറ്റിയെടുത്തതിന് ശേഷം ഓരോ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിലേക്കും ഓരോ ലീഫ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ എല്ലാം കൂടി പിരിച്ച സ്ഥലത്ത് ഒന്ന് ഗ്രീൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാണ്. ഒന്നും പിരിച്ചൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കൊങ്ങിണിപ്പൂവിൻ്റെ ഫീൽ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കിനി ഇത് കേടുകൂടാതിരിക്കാനും പൊടിയൊന്നും വരാതിരിക്കാനൊക്കെ നമുക്ക് വാർണിഷോ അല്ലെങ്കിൽ നെയിൽ പോളിഷോ അപ്ലൈ ചെയ്യാവുന്നതാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് നെയിൽ പോളിഷാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം ഒന്ന് ഒരു ഗ്ലേസിങ് ഉണ്ടാവും, കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.